ഗായ്സ്, ഡോണ ടോക്കീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് സ്പെയിനിലാണ്. അപ്പോൾ സ്പാനിഷ് ഗവൺമെൻറ് ഓരോ വർഷവും സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ 2025 എന്തൊക്കെ മാറ്റങ്ങളാണ് സ്പാനിഷ് ഗവൺമെൻറ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യേണ്ട, വീഡിയോ ഫുള്ളായിട്ട് കാണണം. കാരണം സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും ഒന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും കണ്ടു കഴിഞ്ഞ ശേഷം നിങ്ങൾ എന്നോട് അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുക. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ എൻ്റെ മെയിലിലോ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനുള്ള ഞാൻ കാണുകയാണെങ്കിൽ എല്ലാവർക്കും മെസ്സേജ് അയക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ടാ! സ്പാനിഷ് ഗവൺമെൻറ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് കൊണ്ടുവന്നേക്കുന്നതാണ്. അതായത് സാധാരണ സ്റ്റുഡൻസിന് 20 അവേഴ്സാണ് വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നത് വീക്കിലി. ദെൻ അത് 30 അവേഴ്സായിട്ട് മാറ്റി. അതായത് 20ൽ നിന്ന് 30 അവേഴ്സായിട്ട് മാറ്റി. അപ്പോൾ ഒരു 10 അവേഴ്സ് എക്സ്ട്രാ നമുക്ക് വീക്കിലി വർക്ക് ചെയ്യാനായിട്ട് കിട്ടുകയാണ്. സ്പെയിനിൻ്റെ പ്രത്യേകത അറിയാലോ, ഇവിടെ ഹൈ പെയ്ഡ് സാലറിയാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 30 അവേഴ്സ് എന്ന് പറയുന്ന കൂടുതൽ സ്റ്റുഡൻസിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും വലിയ മാർഗ്ഗങ്ങളിൽ ഒന്നായിട്ട് മാറും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള സ്റ്റുഡൻസ് മാത്രമല്ല, ഇവിടെയുള്ള സ്റ്റുഡൻസ് കൂടുതലും സ്റ്റഡിക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല. അവർ കൂടുതൽ 10th ഒക്കെ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിറ്ററിൻ്റെ പണിക്കും അല്ലെങ്കിൽ ക്ലീനിങ് പണിക്ക് അങ്ങനെയുള്ള പണികൾക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതിന് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഒരുപാട് മുകളിൽ സാലറി സ്പെയിനിൽ കിട്ടുന്നുണ്ട്. ഈ പറയുന്ന കാനഡയിലും UK കിട്ടുന്നതിൻ്റെ അതിനേക്കാൾ കുറച്ചുകൂടി ഇരട്ടി കിട്ടുന്നുണ്ട് സാലറി എന്ന് തന്നെ പറയാം. കാരണം അത്രയും സാലറി കിട്ടുന്നതുകൊണ്ട് തന്നെ അവർ കൂടുതൽ സ്റ്റഡീസിന് പ്രാധാന്യം കൊടുക്കാതെ കൂടുതൽ ജോലി ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. അങ്ങനെ ജോലി ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഇവിടെ ആളുകളില്ല. കൂടുതൽ സ്റ്റഡി വിസയ്ക്ക് ആൾക്കാർ വളരെ കുറവാണ്. അതായത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് വന്നാൽ മാത്രമാണ് നമുക്ക് സ്പാനിഷ് ഗവൺമെൻറ്റിനും എന്തെങ്കിലുമൊക്കെ ഏൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസും ഇല്ല, ഇവിടുത്തെ സ്റ്റുഡൻസും ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ട് ഇവർ സ്പാനിഷ് ഗവൺമെൻറ് കൊണ്ടുവന്നേക്കുന്ന ഒരു നയമാണ്, അതായത് 20 അവേഴ്സിൽ നിന്ന് 30 അവേഴ്സിലേക്ക് മാറ്റുന്നു. അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. ഗവൺമെൻറ്റിന് മെയിനായിട്ടും ഒരു ഇൻകം വരണമെങ്കിൽ അത് സ്റ്റുഡൻസ് വന്നേ മതിയാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കുറേ മാറ്റങ്ങൾ വരുത്തിയേക്കുന്നത്. പിന്നെ നമ്മൾ രണ്ടാമത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇൻറ്റേൺഷിപ്പാണ്. അടുത്തതായിട്ട് ഇൻറ്റേൺഷിപ്പിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ജിയോഗ്രാഫിക് ലിമിറ്റ് ആവശ്യമില്ല. സ്പെയിനിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് വേണ്ടത് വാലിഡ് ആയിട്ടുള്ള ഒരു വർക്ക് വിസ ആവശ്യമുണ്ട്. പിന്നെ ഫുൾ ടൈം സ്റ്റഡി പ്രോഗ്രാമും ആവശ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സ്പെയിനിൽ എവിടെ വേണമെങ്കിലും ഒരു ജിയോഗ്രാഫിക് ലിമിറ്റിൻ്റെയും ആവശ്യമില്ലാതെ നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയുന്നത്. അതായത് ഇനിയുള്ള ഭേദഗതി എന്ന് പറഞ്ഞിട്ടുള്ളത് വർക്ക് പെർമിറ്റിലാണ്. 3 വർഷം ഇവിടെ പഠിച്ച ആളുകൾക്ക് വർക്ക് പെർമിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള അവസരം ഇവിടെ ഒരുക്കുന്നുണ്ട് സ്പാനിഷ് ഗവൺമെൻറ്. നിങ്ങളിവിടെ 3 വർഷം പഠിച്ചിരിക്കണം. അത് കഴിഞ്ഞിട്ട് 1 വർഷം ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് നിങ്ങൾ പഠിച്ച അതേ ഒരു ഫീൽഡിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് ജോലി കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് കിട്ടും. അതൊരു ഗ്രേറ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മളിവിടെ നാട്ടിൽ നിന്ന് ഇവിടെ ഇത്രയും രൂപ കെട്ടിവെച്ചിട്ട് സ്പെയിനിലേക്ക് വരുന്നത് എന്തിനാണ്? അതായത് നമ്മളിവിടെ ജീവിച്ചിട്ട് പഠിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് പോകാനായിട്ടല്ലല്ലോ. നമുക്ക് നല്ലൊരു ലൈഫ് വേണം, സെറ്റിൽഡ് ആവണം, ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് ചേഞ്ച് ആക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടല്ലേ. അങ്ങനെ ചേഞ്ച് ആക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല ഗ്രേറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഇപ്പോൾ ഈ പറയുന്ന വർക്ക് പെർമിറ്റിൻ്റെ കാര്യം. അപ്പോൾ 2025 മെയ് 20th ഈ ഒരു കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിശദീകരണം ഇനിയും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ നേരിട്ട് നമ്മുടെ യൂട്യൂബിലോ മെസ്സേജ് അയച്ചാൽ മതി. കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും സ്പാനിഷ് മിനിസ്ട്രി ഓഫ് ലേബർ എന്ന് പറയുന്ന സൈറ്റിൽ നമ്മൾ നേരിട്ട് കയറിയിട്ട് അവരോട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അവിടുത്തെ ലോയേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻ്റ് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.